വ്യത്യസ്തങ്ങളായ ചോക്ലേറ്റ് കൊണ്ടുണ്ടാക്കിയ ഐസ്ക്രീമും ഒക്കെ കഴിച്ചിട്ടുള്ളവരാണ് നമ്മൾ. എന്നാൽ ഈ ചോക്ലേറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കൊക്കോയിൽ നിന്ന് ഫേസ് ക്രീമും ലിപ് ബാമും ഒക്കെ നിർമ്മിച്ച് വിപണിയിലെത്തിച്ച ഒരാളെ നമുക്ക് പരിചയപ്പെടാം. മണിമല സ്വദേശി വർഗീസ് കൊക്കോ കൃഷി തുടങ്ങിയിട്ട് വർഷം 45 കഴിഞ്ഞു. വിലയിടിവും റബ്ബറിന്റെ കടന്നുവരവും കർഷകരെ കൊക്കോയിൽ നിന്ന് അകറ്റിയെങ്കിലും കൊക്കോയെ ഉപേക്ഷിക്കാൻ വർഗീസ് തയ്യാറായില്ല. വിദേശ രാജ്യങ്ങളിലടക്കം പോയി കൊക്കോ കൃഷിയെപ്പറ്റി കൂടുതൽ പഠിച്ചു. ഒപ്പം കൊക്കോയിൽ നിന്ന് ചോക്ലേറ്റ് നിർമ്മിക്കാനും. ഒടുവിൽ ബെൽമൗണ്ട് എന്ന പേരിൽ നാട്ടിൽ തന്നെ ചോക്ലേറ്റ് നിർമ്മാണ യൂണിറ്റ് തുടങ്ങി. ചോക്ലേറ്റ് മാത്രമല്ല, കൊക്കോയിൽ നിന്ന് ഫേസ് ക്രീമും ലിപ് ബാമും ജ്യൂസും ഉൾപ്പെടെ വർഗീസ് വിപണിയിലെത്തിച്ചിട്ടുണ്ട്. കൊക്കോ ഒരു കൽപ്പവൃക്ഷം പോലെ. കൊക്കോയുടെ തൊണ്ടെന്ന് പറയുന്നത് അത് നാച്ചുറൽ കപ്പ്, അതായത് പ്ലാസ്റ്റിക് നിരോധനത്തിൻ്റെ ഭാഗമായിട്ട് വിദേശ രാജ്യങ്ങളിൽ നാച്ചുറൽ കപ്പിനകത്താണ് അവിടെ ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. അപ്പം കൊക്കോ തൊണ്ടിനകത്ത് കൊക്കോയുടെ ഫ്ലേവറുള്ള ഐസ്ക്രീം, പൈനാപ്പിളിനകത്ത് പൈനാപ്പിളിൻ്റെ ഫ്ലേവറുള്ള ഐസ്ക്രീം, അങ്ങനെ കോക്കനട്ടിൻ്റെ ഫ്ലേവറുള്ള ചിരട്ടയ്ക്കകത്ത് ഇപ്പം ഇങ്ങനെ ഒരു പുതിയ ഒരു സംവിധാനം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് കൊക്കോയുടെ ജ്യൂസിനകത്തും നമ്മളൊരു ലിക്കർ ഉണ്ടാക്കിയിട്ടുണ്ട്, കൊക്കോ ലിക്കർ. അത് നമ്മൾ നീര പോലത്തെ ഒരു സാധനമാണ്. അത് ഭയങ്കര ഗുണമുള്ളതാണ്. ഇനി ഇത് കൂടാതെ വിദേശ രാജ്യങ്ങളിൽ ഈ കൊക്കോ ബട്ടർ കൊണ്ട് ഒത്തിരി കോസ്മെറ്റിക് ഐറ്റങ്ങളാണ്, അത് മെഡിസിനൽ വാല്യൂ ഉള്ള സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാം ഈ ഫേസ് ക്രീമുകളും ഒക്കെ രാജാക്കന്മാരൊക്കെ ഗൾഫിലുള്ള രാജാക്കന്മാരും അവരുടെ റാണിമാരും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാധനങ്ങളാണ്. ഇപ്പം നമുക്കും നമ്മുടെ നാട്ടിലും ഈ സാധനം നമുക്കും ഇത് അപ്രാപ്യമല്ല, നമുക്കും ഉപയോഗിക്കാം. അതുകൊണ്ട് കൊക്കോ ബട്ടർ കൊണ്ട് ചേർത്തുള്ള ഇവയുള്ള ഫേസ് ക്രീമുകൾ, ഫുഡ് ബാമുകൾ, ലിപ് ബാമുകൾ ഇതെല്ലാം ഞങ്ങൾ മാർക്കറ്റിലാണ്. കേരളത്തിൽ കിട്ടുന്ന കൊക്കോകൾക്ക് വിളവ് കുറവാണെന്ന് മനസ്സിലാക്കിയ വർഗീസ് ബ്രീഡിങ്ങിലൂടെ മുന്തിയ കൊക്കോ ഉൽപ്പാദിപ്പിച്ചു. CT40 എന്ന പേരുമിട്ടു. ഞാൻ പല രാജ്യങ്ങൾ സന്ദർശിക്കുകയും പല സ്ഥലങ്ങളിൽ നിന്ന് കൊക്കോ കൊണ്ടുവരികയും അതിവിടെ നമ്മൾ കായ്പ്പിക്കുകയും ഇങ്ങനെയെല്ലാം ചെയ്തില്ല. ഒരെണ്ണം കൊക്കോ നമുക്ക് വളരെ അനുകൂലമായിട്ട്, അതായത് അതിന് ഞങ്ങൾ പേരിട്ടിരിക്കുന്ന CT40 എന്ന് പറഞ്ഞാൽ, CT40 എന്ന് പറഞ്ഞാൽ കൊക്കോ ട്രീ 40%. ഒരു 1 കിലോ കാണും, അതിനകത്ത് 400 ഗ്രാമോളം പച്ചപ്പരിപ്പാണ്. അപ്പം 40% അതിനാണ് CT40 എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ കൊക്കോയുടെ ഗുണനിലവാരം ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അളക്കുന്നത് 100 ഗ്രാം ഉണങ്ങിയ കൊക്കോ പരിപ്പെടുത്ത് തൂക്കിയാൽ അത് 100 എണ്ണം വേണം. എന്നാൽ ഈ CT40യുടെ കുരു 60 എണ്ണം മതി, 60 അല്ലേ 65 അതുകൊണ്ട്. അപ്പോൾ ഏതാണ്ട് ഇരട്ടിയോടടുത്തുള്ള വില. അപ്പം നമുക്ക് വില കൂടുതൽ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ തൂക്കം കൂടുതൽ കിട്ടുമല്ലോ. ഇപ്പം 500 രൂപ വിലയാണെങ്കിൽ 1.5 കിലോ കിട്ടുമ്പം 750 രൂപ വില കിട്ടുന്നതിന് തുല്യമാകില്ലേ. ഇന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് വരെ ചോക്ലേറ്റും കൊക്കോയും വർഗീസ് കയറ്റി അയക്കുന്നുണ്ട്. പതിവില്ലാതെ കേരളത്തിൽ കൊക്കോയുടെ വില കുതിച്ചുയർന്നത് കർഷകർക്ക് നൽകുന്ന സന്തോഷവും ചെറുതല്ല. ചരിത്ര സംഭവമാണ് കൊക്കോയ്ക്ക് 1000 രൂപയ്ക്ക് മേൽ വില കിട്ടുക. ഒരിക്കലും നമുക്ക് കർഷകരെ സംബന്ധിച്ചോളം ആഹ്ലാദമാണെങ്കിലും അത് മുന്നോട്ട് നമുക്ക് അത്ര ശുഭകരമല്ല. സ്ഥിരമായിട്ട് നമുക്കൊരു 350-400 രൂപ വില കിട്ടിയാൽ ധാരാളം മതി. പക്ഷേ അതിനുള്ള സാധ്യതയല്ല. അതിലും കൂടിയൊരു വില എന്ന് പറഞ്ഞാൽ ഒരു 500 രൂപയ്ക്ക് കുറയാതെയുള്ള ഒരു വില ലഭിക്കത്തക്ക രീതിയിൽ ഉടനെയൊന്നും വില കുറയുന്ന സാഹചര്യം കാണുന്നില്ല. കാരണം ഉൽപ്പാദനം കുറവാണെങ്കിലും ചോക്ലേറ്റിൻ്റെ ഉപയോഗം കൂടി. അപ്പോൾ ഇനി അത് നമുക്ക് കർഷകരെ സംബന്ധിച്ചോളം അതൊരു വലിയ സൂചകമാണ്. സ്വർണം പോലെ കുതിക്കുകയാണ് കേരളത്തിൽ കൊക്കോയുടെ വില. അതുകൊണ്ട് തന്നെ ഈ ചോക്ലേറ്റ് ദിനം വർഗീസേട്ടനെ പോലുള്ള കേരളത്തിലെ കൊക്കോ കർഷകർക്ക് മധുരത്തിൻ്റെതാണ്. കോട്ടയത്ത് നിന്ന് ഷിനോജ്, മാതൃഭൂമി ന്യൂസ്.